SP പ്രേമ നാരായണനാണ് സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് പുറത്തു വരൂ. ഇതെന്റെ മാത്രം അപേക്ഷയല്ല. എന്നോടൊപ്പം ഗായത്രിയുടെ സഹോദരി സാവിത്രിയുണ്ട്. നടന്നത് എന്തൊക്കെയെന്ന് പറയും മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ACP ഗായത്രി വർമ്മയുടെ സർവീസ് കഥകൾ കേട്ട് അഭിമാനിക്കുകയും ഈ നാട്ടിലെ മറ്റ് സ്ത്രീകളെപ്പോലെ അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാനും. സരിക വധക്കേസിലെ പ്രതിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് CBI എന്നോട് ആവശ്യപ്പെട്ടത്. ആ മരണം ഹൃദയസ്തംഭനം മൂലമാകാൻ കാരണം രക്തത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ നിലച്ചതുകൊണ്ടാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഡിപ്പാർട്ട്മെന്റിനെ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. പ്രതിയുടെ ആൾക്കാർ എല്ലാ ദൃക്സാക്ഷികളെയും പണം കൊടുത്ത് ഒതുക്കി കേസ് ബലഹീനമാക്കിയെന്നറിഞ്ഞ ഗായത്രി പണ്ട് കൽക്കട്ടയിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവം ആവർത്തിക്കുമോ എന്ന് ഭയന്നു. ആശുപത്രിയിൽ ചെന്ന് പ്രതിയുടെ ഓക്സിജൻ സപ്ലൈ കുറച്ച് അയാളെ കൊല്ലുകയായിരുന്നു. എന്താണ് ഗായത്രിയുടെ പുരുഷ വിരോധത്തിന് പിന്നിലെ സൈക്കി? ഗായത്രിക്ക് 10 വയസ്സുള്ളപ്പോൾ ഗർഭിണിയായ അമ്മയെ നടുവഴിയിൽ ഉപേക്ഷിച്ചു പോയ അച്ഛനോട് തോന്നിയ വെറുപ്പ് മുതൽ ഈ വൈരാഗ്യത്തിന്റെ കഥ ആരംഭിക്കുന്നു. അനുജത്തിയുടെ ജനനത്തോടെ അമ്മ മരിച്ചു. അനുജത്തിയെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു മകളെപ്പോലെ വളർത്തേണ്ട ചുമതല കൂടി ഗായത്രിയുടേതായി. സെന്റ് തോമസ് ചർച്ചിലെ ഫാദർ ഡാമിയന്റെ സഹായത്തോടെ പഠിച്ചു വളർന്നു ACP ഗായത്രി വർമ്മയായി. ഫാദർ ഡാമിയന്റെ മരണത്തിന് ശേഷം ഗായത്രിക്ക് സ്വന്തമെന്ന് പറയാൻ സാവിത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൽക്കട്ടയിൽ വെച്ച് സാവിത്രിയുടെ ടെന്നീസ് കോച്ച് വിക്രം ബാനർജിയുമായി അവൾ അടുപ്പത്തിലാണെന്ന് ഗായത്രി അറിഞ്ഞു. വിക്രമിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു സ്ത്രീലമ്പടനാണെന്നറിഞ്ഞ ഗായത്രി അനുജത്തിയെ പല പ്രാവശ്യം വിലക്കി. കൽക്കട്ട വിട്ടതോടെ ആ ശല്യം തീരുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് വിക്രം വീണ്ടും ഒരു വിനയായി ഇവിടെ എത്തിയത്. മേലിൽ സാവിത്രിയുടെ കൂടെ കണ്ടാൽ കൊന്നുകളയുമെന്ന് വരെ ഗായത്രി വിക്രമിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ വാശിക്ക് വിക്രമും കൂട്ടരും സാവിത്രി അവന്റെ ഫ്ളാറ്റിൽ കൂട്ടിക്കൊണ്ടുപോയി ഗാങ് റേപ്പ് ചെയ്തു. അന്നു മുതൽ ഗായത്രി വിക്രമിനെ തേടുകയായിരുന്നു. ഹോസ്റ്റൽ ഫംഗ്ഷൻ നടന്ന ദിവസം രാധിയെ തേടി വന്ന വിക്രമിനെ ഗായത്രി കാണാനിടയായി. വൈരാഗ്യവും പകയും കൊണ്ട് അന്ധയായ ഗായത്രി കാറിനുള്ളിലുണ്ടായിരുന്ന അവരുടെ പേഴ്സണൽ പിസ്റ്റൾ എടുത്ത് അയാളെ വകവരുത്താൻ ഉദ്ദേശിച്ചെങ്കിലും സ്വീകരിക്കാനെത്തിയ പ്രിൻസിപ്പലിനെയും കൂട്ടരെയും കണ്ട് അവരറിയാതെ ആ തോക്ക് കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ടോയ്ലറ്റിലേക്കെന്ന ഭാവത്തിൽ ആരും അറിയാതെ വിക്രമിനെ തേടിയിറങ്ങിയ ഗായത്രിയുടെ മുന്നിൽ തന്നെ വിക്രം വന്നുപെട്ടു. വിക്രമിന്റെ കൊലയ്ക്ക് ഒരേ ഒരു ദൃക്സാക്ഷിയായ ഗീതയെ പിന്തുടർന്ന ഗായത്രിയിൽ നിന്നും ഗീത രക്ഷപ്പെട്ടെങ്കിലും നിരപരാധികളായ ജോസഫൈനും രാധികയും ആ കൊലയ്ക്ക് ഉത്തരവാദികളായി മാറി. വിക്രമിന്റെ കൊലപാതകം തങ്ങളുടെ മേൽ സംശയിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവർ വിക്രമിന്റെ ബോഡി അവരുടെ മുറിക്ക് മുന്നിൽ നിന്നും മാറ്റി. പക്ഷേ ആ ബോഡി അവർ തള്ളിവെച്ചത് ഓഡിറ്റോറിയത്തിലുള്ള എയർ കണ്ടീഷൻ ഡക്റ്റിലേക്കായിരുന്നുവെന്ന് അവരും അറിഞ്ഞില്ല. AC ഡക്റ്റിനുള്ളിലൂടെ നിരങ്ങി വന്ന വിക്രമിന്റെ ബോഡി പ്രോഗ്രാം നടന്ന സ്റ്റേജിൽ വന്നു വീണു. ജോസഫൈന്റെയും രാധികയുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടരുതെന്ന് ഗായത്രിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി ദുർബലമായ ചില തെളിവുകൾ ഉണ്ടാക്കാനും ഗായത്രി മറന്നില്ല. രാധികയുടെ പിസ്റ്റളിൽ നിന്നും ആരും അറിയാതെ ഒരു ബുള്ളറ്റ് എടുത്തു മാറ്റുകയും ആ തോക്ക് ഉപയോഗിച്ചാണ് രമേശ് കൊല ചെയ്യപ്പെട്ടതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതും അതിനുവേണ്ടിയാണ്.
ഞങ്ങളുടെ കേസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ രാധികയും ജോസഫൈനും പിടിക്കപ്പെടാതിരിക്കാനും ദുർബലമായ ഒരു കേസ് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കാനും വേണ്ടിയാണ് പല പ്രാവശ്യവും ഞാൻ അവരെ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കുറ്റവാളികളുടേതെന്ന് പറയുന്ന ഈ തോക്കുകൾ ഫയർ ചെയ്തിട്ടില്ലെന്ന് ബാലിസ്റ്റിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗായത്രി വിക്രമിനെ കൊല്ലാൻ ഉപയോഗിച്ച പേഴ്സണൽ പിസ്റ്റൾ. ഇത് ഡെഡ് ബോഡിയിൽ നിന്നെടുത്ത ബുള്ളറ്റ്, സെയിം കാലിബർ. ബോഡിയുടെ അടുത്ത് കിടന്ന ഈ ബുക്കിലാണ് ഗായത്രി തോക്കൊളിപ്പിച്ചത്. അനദർ ഇമ്പോർട്ടന്റ് എവിഡൻസ്, ലൈബ്രറി ലെഡ്ജറിൽ ഗായത്രി ഒപ്പിട്ട പേജ്. ലൈബ്രറിയിൽ നിന്നും ഗായത്രി തന്നെയാണ് ഈ പുസ്തകം എടുത്തത് എന്നതിനുള്ള തെളിവും കൂടിയാണ്. വിക്രമിനെ കൊന്ന ഗായത്രി കുറ്റം സമ്മതിക്കാതിരുന്നതിനും കേസ് തേച്ചുമായ്ച്ച് കളയാൻ ശ്രമിച്ചതിനും പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ജീവച്ഛവമായി പരസഹായമില്ലാതെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന സ്വന്തം സഹോദരിക്ക്, അനുജത്തിക്ക്, മകൾക്ക് മറ്റാരും ഇല്ലാതാവുമല്ലോ എന്ന തോന്നൽ മാത്രമാണ്. Not because she was a coward or that she wanted to hide the evidence. Anyway, I also thank my colleague Suhasini for helping me investigate this case. That's all. Thank you. As a doctor, I have to bring to your notice that ഒരു വലിയ മാനസിക ആഘാതത്തിൽപ്പെട്ടിരിക്കുന്ന ഗായത്രി അതിൽ നിന്ന് പൂർണ്ണമായി സുഖപ്പെടുന്നതുവരെ ഈ കേസ് ട്രയലിനെടുക്കാനോ അവരെ ശിക്ഷിക്കാനോ പാടുള്ളതല്ല.